ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു കൽത്തപ്പം ചെയ്തെടുക്കുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കൽത്തപ്പാണ് കേട്ടോ. ഞാൻ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ഇതിന് മുന്നേ തന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കൽത്തപ്പാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് ഒരു 2.5-3 മണിക്കൂറോളം നല്ല പോലെ കുതിർത്തിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യപ്പത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് തരി ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി നല്ല തിളച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരു 3 അച്ച് ശർക്കരയിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 അച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു ലൂസിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ ഈ ഒരു കൽത്തപ്പം കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ഇപ്പം നല്ല പോലെ ചൂടായതിന് ശേഷം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് തേങ്ങാക്കൊത്തുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ചെറിയ ഉള്ളി എന്നാണ് കേട്ടോ പറയാം. ഇതിവിടെ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ബാക്കിയുള്ള തേങ്ങാക്കൊത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് റെഡി ആയ ടൈമിൽ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിവിടെ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെക്കുന്ന ടൈമിൽ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ പച്ചരി വെച്ചിട്ട് ചെയ്യുന്ന ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഒരു 4 മിനിറ്റ് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ചെറിയ ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പപ്പടക്കോല് വെച്ചിട്ടൊന്ന് സെൻറ്റർ ഭാഗത്ത് കുത്തി നോക്കുക. അപ്പോൾ ഈ ഒരു പപ്പടക്കോല് നല്ല ക്ലീൻ ആയിട്ട് വരുന്നതെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി നല്ല പോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അടിയിൽ നിന്ന് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഞാനിതിവിടെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കൽത്തപ്പം. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഗോതമ്പ് നുറുക്കോട്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇതിനില്ല. സാധാരണ നമ്മളുടെ കൽത്തപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആരെടുത്തിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളല്ല ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.